ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മുറ്റത്ത് കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി. ഈ ഒരു സമയത്ത് മഹേഷിനോടായിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, നാട്ടിലെ ഓട്ടം കളഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും കുഴപ്പമില്ല, ഞാനൊരു ടൂർ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇവിടെ എൻജോയ് ചെയ്യുന്നത്. ഇവിടെ എന്തോരം തെങ്ങുകളാ സച്ചി, ചിലപ്പോൾ കള്ള് കിട്ടുമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ, ഞാൻ അച്ചാമ്മയോട് പറയണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല, മഹേഷ് പറയുമായിരുന്നു എന്തോരം കള്ള, അതുകൊണ്ട് ഇവിടെ തെങ്ങുണ്ടാവൂന്ന് പറഞ്ഞതായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, രേവതി നീ നിന്റെ പണി ഇതുവരെയും കഴിഞ്ഞില്ലേ, നീ പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതി ഇപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് മറുപടിയും പറയുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ കോളത്തിലേക്ക് നോക്കിയിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ ഇതിനകത്ത് എന്താ വെൽക്കം എഴുതി വെക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് അച്ചാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ സച്ചി പറയുകയാണ്, അച്ചാമ്മ എത്ര തവണ നാട്ടിൽ വന്നിരിക്കുന്നു, ഒരു തവണയെങ്കിലും അമ്മ കോളത്തിൽ വെൽക്കം എഴുതി വെച്ചിട്ടുണ്ടോ? അച്ചാമ്മ മലേഷ്യയിൽ നിന്ന് വാ, അപ്പം കോളത്തിൽ വെൽക്കം എഴുതി തരാം എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുകയാണ്. ഈ ഒരു സമയത്ത് നോക്കുമ്പോഴാണ് മുറ്റത്തൊരു ബക്കറ്റ് ഇരിക്കുന്നത് ചന്ദ്ര കാണുന്നത് കേട്ടോ. വേഗം തന്നെ ബക്കറ്റ് എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട് ഓടുന്ന സമയത്ത് കാല് തട്ടി ഒന്ന് വീഴാനൊരുങ്ങാണ്. പെട്ടെന്ന് തന്നെ രവി ചന്ദ്രയെ കയറി വട്ടം പിടിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കി ഒരു ചെറിയൊരു റൊമാൻറ്റിക് പോലെ ചന്ദ്രയും രവിയും തമ്മിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് സച്ചി, രേവതി, അച്ചാമ്മയും മഹേഷും ഭയങ്കരമായിട്ട് തന്നെ ഒരു അത്ഭുതത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. വേഗം തന്നെ മഹേഷ് ഒരു സോങ് പോലെ ഇങ്ങനെ പാടുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, മിണ്ടായിരിക്കട്ടെ മഹേഷ് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം തന്നെ സച്ചി രവിയുടെ ആയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ അച്ഛൻ അമ്മയെ പിടിച്ചത്, നല്ലൊരു ചാൻസ് മിസ്സാക്കി കളഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, ഞാൻ താഴെ വീണ് കൈയൊടിഞ്ഞ് കിടക്കണം, അത് കാണാനാണ് അവൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുക കേട്ടോ. അന്നേരം തന്നെ രവിയും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ചന്ദ്ര ഓടുന്നത്, നിനക്കെന്താ കണ്ണില്ലേ, എവിടെയും തട്ടി വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അല്ല രവിയായിട്ട് ഇപ്പം തന്നെ ശ്രുതിയുടെ ഇളയച്ചൻ വരും, അദ്ദേഹം വരുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കണ്ടേ എന്ന് കാണിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അകത്ത് കയറി ചെന്നതിന് ശേഷം ചന്ദ്ര ഓരോ സ്ഥലങ്ങളായിട്ട് അടിക്കടിക്ക് വെക്കുകയാണ്. അതായത് പഴയ സാധനങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ അച്ചാമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, വെക്കടി അവിടെ, ഇവിടെ നിന്നുള്ള ഒരു സാധനങ്ങൾ മാറ്റേണ്ടതില്ല, അദ്ദേഹം ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്, അപ്പോൾ ഈ വീടുമായിട്ട് പൊരുത്തപ്പെട്ട് പോകേണ്ടതല്ലേ, എല്ലാം ഇരുന്നോട് തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. വേദന ചന്ദ്ര പറയുന്നത്, അല്ല ഇതൊക്കെ പഴയ സാധനങ്ങളല്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ മോശക്കണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് സച്ചിയും രേവതിയും വരുന്നുണ്ട്. മാത്രമല്ല വർഷയും ശ്രീകാന്തും എഴുന്നേറ്റ് വരികയും ചെയ്യുകയാണ്. വന്ന ഉടനെ തന്നെ വർഷ ബെഡ് കോഫി ഉണ്ട് ആൻറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി, നീ ഇതുവരെ വർഷയ്ക്ക് ബെഡ് കോഫി കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വേഗം തന്നെ വർഷ പറയുകയാണ്, അതെങ്ങനെ എൻ്റെ ശരിയാവണം, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ വിളിച്ചെന്നേപ്പിച്ചിട്ട് ബെഡ് കോഫി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അച്ചാമ്മ വർഷയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ബെഡ് കോഫിയോ, അതെന്ത് സാധനം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല അച്ചാമ്മേ, ബെഡിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബെഡിൽ കിടന്ന് കഴിക്കുന്ന കോഫിയാണ് ബെഡ് കോഫി എന്ന് സച്ചി പറയുകയാണ്. പിന്നീട് അച്ചാമ്മ വർഷയോട് ശ്രീകാന്തിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത്, എൻ്റെ ഉറക്കാണ് നിങ്ങളുടെ എന്നൊക്കെ അച്ചാമ്മ ചോദിക്കുകയാണ്. ഈ ഒരു സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് ശ്രുതിയും എഴുന്നേറ്റ് വരുന്നത് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും അച്ചാമ്മയ്ക്ക് ദേഷ്യം ഇരട്ടിക്കാണ്. അച്ചാമ്മ ചോദിക്കുന്നുണ്ട്, രണ്ട് മരുമക്കൾ ഈ നേരത്താണല്ലോ എഴുന്നേൽക്കുന്നത്, രേവതിയെ കണ്ടുപിടിക്കുകയും രേവതി പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാ പടികളും തീർക്കുകയും ചെയ്യും, മുറ്റത്ത് കോലം വരയ്ക്കുകയും ചെയ്യും, അങ്ങനെ വേണം പെൺകുട്ടികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അത് തീരെ പിടിക്കുന്നില്ല കേട്ടോ. പിന്നീട് ചന്ദ്ര രേവതിയോടായിട്ട്, രേവതി ആരതിയൊക്കെ തയ്യാറാക്കി വെക്കണം, ശ്രുതിയുടെ ഇളച്ചം വരുമ്പോഴത്തേക്ക് ആരതിയൊക്കെ ഒഴിയണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സിനിമയിൽ സീരിയലിൽ കാണുന്ന പോലെ കുറച്ച് ആർട്ടിസ്റ്റിനെയും കൂടെയൊക്കെ ഇറക്കി ഡാൻസ് കളിപ്പിച്ച് അതിന് നിരക്കിയുടെ അമ്മ ആരതി ഒഴിയട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മതിയുടെ കളിയാക്കിയിട്ട് വരുന്നത് ഒരു വലിയ ആളാണെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, അയ്യോ മറന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് എന്തടി ചന്ദ്ര പറ്റിയതെന്ന് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ പറയാണ്, അല്ല അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് കിടക്കാൻ റൂമില്ലല്ലോ, ഏത് റൂമിൽ കിടത്തും, മോനെ ശ്രുതി എന്ന് വിളിക്കുമ്പോഴത്തേക്കും എൻ്റെ റൂമോ അമ്മ, ഞങ്ങളുടെ റൂം ചെറുതാണ്, അതിനേക്കാളും വലിയ റൂമാണ് ശ്രീകാന്ത് വർഷയും കിടക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ ശരിയാകും, വരുന്നത് ശ്രുതിയടത്തിയുടെ ഇളയച്ചനല്ലേ, എൻ്റെ റൂമിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് വർഷയും പറയും കേട്ടോ. അപ്പോൾ തന്നെ ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് തിരിയുന്ന സമയത്ത്, അമ്മേ എനിക്ക് ഹാളിലും പുറത്തൊന്നും കിടന്ന് ചീരയില്ല, അമ്മ എന്നോട് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, നിനക്ക് പുറത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, ഇത്രയും നാളും പാർക്കിൽ കിടന്നുറങ്ങി പിന്നെ പുറത്തല്ലായിരുന്നു ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയാണ്, സച്ചി മതി, ഞങ്ങളുടെ റൂം തന്നെ വിട്ടുകൊടുക്കാമെന്ന് ശ്രുതി പറയുകയാണ് കേട്ടോ. മനസ്സോട് കൂടിയിട്ടാണെങ്കിലും ശ്രുതിയും അതിന് സമ്മതിക്കുകയാണ്. ഈ ഒരു സമയത്ത് അച്ചാമ്മ ചോദിക്കുന്നുണ്ട്, മോളെ ശ്രുതി നിന്റെ അമ്മയമ്മ കാട്ടിക്കൂട്ടുന്നു കണ്ടല്ലോ, തീർച്ചയായിട്ടും ഇന്ന് തന്നെ മോളുടെ ഇളയച്ചൻ വരികയില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പം തന്നെ എത്തുമെന്ന് ശ്രുതി പറയുകയാണ്. ഈ ആൻറ്റി എന്തൊരു ബിൽഡപ്പ് നൽകുന്നത്, ഇനി അദ്ദേഹം വരില്ലായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലത്തൊന്നും നിൽക്കാതെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. ഈ ഒരു സമയത്ത് വീണ്ടും രവി പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്ര നീ എവിടെയെങ്കിലും നിൽക്ക്, അദ്ദേഹം വരട്ടെ, അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് പോരെ ബാക്കി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹം വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം റെഡിയാക്കണം, രേവതി നിന്റെ കെട്ടിയനോട് പറഞ്ഞാൽ തെങ്ങിൻ തോപ്പിൽ കുറച്ച് കരിക്ക് വെട്ടി വെച്ചിട്ടുണ്ട്, ആ ഇളനീരും എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഇളയച്ചന് നൽകാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി അത് സമ്മതിക്കുന്നില്ല. ഈ സമയത്ത് രവി പറയുന്നുണ്ട്, ഇത് ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു, കുറച്ച്
കരിക്കെടുത്തോണ്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഇവളുടെ ഇളയച്ചൻ വരുമ്പോഴത്തേക്ക് എന്നെ ഇവിടെ മാറ്റാനല്ലേ, പക്ഷെ സംഗതി നടക്കില്ല. ഇവളുടെ ഇളയച്ചൻ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, സത്യാവസ്ഥകളെല്ലാം എനിക്ക് അറിയണം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശ്രുതിയും വർഷയൊക്കെ ചന്ദ്ര പറഞ്ഞ പോലെ ഇളയച്ചനെ സ്വീകരിക്കാനായിട്ട് റെഡിയായി വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്ര രേവതിയോട് പറയുന്നത്, രേവതി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയെന്ന് പറയുകയാണ്. എന്നാൽ നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അച്ഛൻ പറയുന്നുണ്ട്, രേവതി മോളെ നിൽക്കവിടെ, ചന്ദ്രേ നിനക്ക് അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാം തന്നെ നീ തന്നെ തയ്യാറാക്കണം, നിന്റെ മരുമക്കളെയും കൂട്ടിക്കോളൂ എന്ന് പറയുകയാണ്. വേഗം തന്നെ ചന്ദ്ര ശ്രുതിയെ നോക്കിയിട്ട്, ശ്രുതി പക്ഷേ വാ നമുക്ക് അടുക്കളയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരെയും കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വണ്ടി വന്ന് നിർത്തുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ചന്ദ്ര ഓടി നടക്കണ്ട എല്ലാവരും വിളിച്ചുകൊണ്ട്, ശ്രുതി പക്ഷേ ഇതേ ഇളയച്ചൻ വന്നിട്ടുണ്ട്, വേഗം ശ്രുതി വേഗം വാളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും വിളിച്ചു വരുത്തുകയാണ്. ശ്രുതിയാണെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ബീരാനൊക്കെ നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുമായിരിക്കും എന്നൊക്കെ ആകെ ടെൻഷനിലാണ് കേട്ടോ. അങ്ങനെ ബീരാനെ സ്വീകരിക്കാനായിട്ട് ചെല്ലുകയാണ്. കാലിൽ നിന്ന് ഇറങ്ങി വരുന്ന ബീരാനെ കാണുമ്പോഴത്തേക്കും വായും പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടെ കൂടിയിട്ട്. വേഗം തന്നെ ബീരാൻ പുറത്തു വന്നിട്ട് പറയുന്നത്, ഹായ് ഐ ആം സുന്ദർദാസ് എന്നൊക്കെ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു സമയത്താണ് ഒരു ആട് കരയണ സൗണ്ട് കേൾക്കുന്നത്. ഓ ഗോഡ് ഗോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗം ഇളയച്ചായി ഗോഡോ എന്തായി പറയുന്നതെന്ന് പറയുമ്പോൾ ഓ ഗോഡ്സ് ഓൺ കൺട്രി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ശ്രുതിയുടെ ഇളയച്ചൻ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നെ ചന്ദ്ര ശ്രുതിയോടായിട്ട്, ശ്രുതി ഇളയച്ചൻ്റെ ലഗേജൊക്കെ നീ എടുത്ത് വെക്കുന്നു പറയുമ്പോഴത്തേക്കും ഞാനോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പിന്നെ നീയല്ല വേറെ ആരാ, ഞാനും കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും ശ്രുതിയും കൂടി ലഗേജ് എടുത്ത് വെക്കാൻ തുടങ്ങുന്ന സമയത്ത് ബീരാൻ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതിനെ കെട്ടിപ്പിടിക്കാണ്ട് ഇത് കാണുമ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, ഇതൊന്നും സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടില്ല, മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി നീക്കാണ്. ഓ ഇതൊന്നും സ്ക്രിപ്റ്റിലില്ലാണ്ട് കുറച്ച് ഡെവലപ്പ് നൽകാനായിട്ട് ഞാൻ ചെയ്തായിരുന്നു എന്നൊക്കെ ബീരാൻ മറുപടിയും പറയുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി ഇളയച്ചനെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഉമ്മറത്ത് തന്നെ അച്ചാമ്മയെ രവി നിൽക്കുന്നുണ്ടാവും. അച്ചാമ്മയെ കാണുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇതാണ് അച്ചാമ്മ, ഇത് അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇളയച്ചൻ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.